ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൻവിയുടെ കെട്ടെന്ന് പറയാം കേട്ടോ. 4-ാം തീയതി ആയിരുന്നു, സൺഡേ ആയിരുന്നു. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ലേറ്റായിട്ടായിരിക്കും. ഇത് മാല ഉണ്ടാക്കിയിരിക്കാം കേട്ടോ, അവർ പോകുന്ന ബസ്സിൽ തൂക്കാനായിട്ട്. തെങ്ങിൻ്റെ ഓല വെച്ചിട്ടും പനയുടെ പട്ട വെച്ചിട്ടാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, അതൊരു ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അൻവിയുടെ കെട്ടെന്ന് പറയാം കേട്ടോ ആദ്യം. അത് അൻവി അവിടെ നിൽക്കുന്നുണ്ട്. അൻവിയുടെ മാമയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ താഴെയൊക്കെ സ്വാമിമാരും ആൾക്കാരൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ദൂരെ നിന്നിട്ടായിരുന്നു വീഡിയോ എടുത്തത്. അപ്പം അൻവിയുടെ കെട്ടൊക്കെ നിറച്ചിട്ട് അവർ ഇപ്പുറത്തെ സൈഡ് അവിടെ ഇരുമുടി കെട്ട് വെക്കാൻ വരികയാണ് കേട്ടോ. അവളുടെ പിങ്കുവിനൊരു നെയ്ത്തേങ്ങ ഏട്ടൻ നിറഞ്ഞിട്ടുണ്ട്. അപ്പം പിങ്കുവിനെ ഏട്ടൻ കെട്ട് നിറയ്ക്കുമ്പോഴായിരിക്കും പിങ്കുവിൻ്റെ നെയ്ത്തേങ്ങ നിറയ്ക്കുക. ഇതിപ്പോൾ അൻവിയുടെ മാത്രമാണ് കന്യാസ്വാമിമാരുടെ ആദ്യം നിറയ്ക്കേണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിങ്കുവിൻ്റെ ചെയ്യുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിപ്പോൾ അൻവിയുടെ കെട്ട് നിറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇരുമുടി കെട്ടൊരു സൈഡ്, ബാക്കി എല്ലാവരുടെയും കഴിയില്ല. അപ്പോൾ അവിടെ ഒരു ഭാഗത്തുകൊണ്ട് വയ്ക്കാം, പായ വിരിച്ചിട്ട് അവിടെ വയ്ക്കുകയാണ് കേട്ടോ. അവളുടെ ആദ്യം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ആളെ കണ്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കളിക്കാനായിട്ട് പോയി. ഉച്ചയായിട്ടോ, രാവിലെ 6 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചയായിട്ടോ എല്ലാവരുടെയും കഴിയാനായിട്ട്. പിന്നെ എന്താ പന്തൽ അവിടെ പ്രസാദ കൂട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത് സീറ്റ് കിട്ടുന്നില്ല. ഞാനൊക്കെ പ്ലേറ്റിൽ മേടിച്ചിട്ട് അപ്പുറത്തെ സൈഡ് പോയി കഴിച്ചത്. അപ്പോൾ അത് എല്ലാവരുടെയും കഴിഞ്ഞു. അതിൻ്റെ ഇടയിലൊക്കെ അവർ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് എല്ലാവരും വന്ന് വേറെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് അവർ ബസ്സിൽ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഉടയ്ക്കണം അമ്പലത്തിന്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഉടച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ബസ് അകത്ത് വരില്ല കേട്ടോ. അത് ചെറിയ റോഡാണ്. അപ്പോൾ ജംഗ്ഷനിലാണ്. ഇതിഹാസ് എന്ന് പറഞ്ഞ ബസ്സാണ് കേട്ടോ. അപ്പോൾ അവർ അവിടേക്ക് പോവുകയാണ്. അവിടേക്ക് പോയി ബസ്സിൻ്റെ പുറകിൽ ഡിക്കിയിലാണ് കേട്ടോ. അതായത് മറ്റേ ഇരുമുടിക്കെട്ടൊക്കെ വെക്കണേക്ക്. അപ്പോൾ അവർ അങ്ങോട്ട് പുറകിൽ പോവുകയാണ്. ബസ് വലം ചുറ്റിയല്ല. അവിടെ പോയി ഇരുമുടിക്കെട്ട് എല്ലാവരുടെയും ബാക്കിൽ ഇതിൽ വെച്ചിട്ട് എല്ലാവരും അവരവരുടെ സീറ്റിൽ പോകും. അപ്പം ഞാൻ അൻവി എവിടെയെന്ന് പറഞ്ഞ് നോക്കുമായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും. അവളെ കണ്ടില്ല, ലാസ്റ്റ് കണ്ടു. പിന്നെ അവർ രാത്രി പോകുമ്പോൾ ബസ്സിൽ നിന്ന് വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ അൻവിയൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ കരയുമെന്നൊക്കെ വിചാരിച്ചു. അവൾ നല്ല കളിച്ച് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അവർ നല്ലപോലെ അയ്യപ്പനെ കണ്ട് ദർശനം കണ്ട് ചെയ്ത് വരട്ടെ. അവളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് അയ്യപ്പനെ കാണാമെന്നുള്ളത്. അപ്പോൾ അത് അവൾക്ക് എന്താ പറയുക, കാണാനുള്ള അവസരം വന്നു. എല്ലാവരും കൂടെ കളിക്കണം. 4 മാളികപ്പുറമാണ് കേട്ടോ. അതാ അവിടെ എല്ലാവരും പരിചയപ്പെട്ടു. എല്ലാവരും കൂടെ ഹാപ്പിയായി കളിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം പിങ്കുവിൻ്റെ കയ്യിൽ പിങ്കുവിനന്ന് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് അടച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. വന്നിട്ടില്ല കേട്ടോ. ഒരു 8-ാം തീയതിയൊക്കെയാണ് തോന്നുന്നത് കറക്റ്റായിട്ട്. അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വിളിച്ചിട്ട് എടുക്കണമെന്നും ഉണ്ടായിരുന്നില്ല. 2 ദിവസമായി നേരെ സംസാരിച്ചിട്ട്. അപ്പോൾ അവർ സന്നിധാനം എത്തുമ്പോൾ വിളിക്കുന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ഈ വീഡിയോ ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും.